വെൽക്കം ടു ബബീസ് കുക്ക് ബുക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റവ വടയാണ്. ഇതൊരു ഈവനിങ് സ്നാക്സ് ആണ്. നമുക്ക് വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് കൊണ്ട് വേഗം ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാൽ നമുക്കിത് വേഗം ഉണ്ടാക്കാം. സോ അതിന് തന്നെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ വന്നിട്ട് സൂചി റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഗ്ലാസ് ആണെങ്കിൽ അതേ അളവിൽ തന്നെ നമ്മൾ വെള്ളം എടുക്കണം. ഇവിടെ ഞാൻ വന്നിട്ട് 1.5 ഗ്ലാസ് റവ എടുക്കുന്നുണ്ട്. സോ നിങ്ങൾ ഏത് അളവ് പാത്രത്തിലാണ് റവ എടുക്കുന്നത് അതേ അളവിൽ തന്നെ ആ പാത്രം തന്നെ വെള്ളം എടുക്കാൻ ഉപയോഗിക്കുക. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഒരു ചെറിയ ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്, ഇത് മൂന്നും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിവിടെ ഒരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നത്. ഇതിലേക്ക് ഞാൻ ചൂടുവെള്ളമാണ് ഒഴിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാനൊരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഉപ്പും വെളിച്ചെണ്ണയൊക്കെ എല്ലായിടത്തും ആകുന്ന പോലെ നന്നായി മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വന്നിട്ട് ഫസ്റ്റ് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കണേണ്. ഞാൻ 1.5 ഗ്ലാസ് റവക്ക് 2 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. റവയുടെ എല്ലാ ഭാഗത്തും ആ വെള്ളം മിക്സ് കോട്ടായിട്ടുണ്ടെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. എന്നാൽ മാത്രമേ റവ ഒന്ന് വീർക്കുള്ളൂ. ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ റവ പെട്ടെന്ന് അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വെന്ത് അതൊന്ന് പതിയെ വീർത്ത് കിട്ടും നമുക്ക്. നല്ല ചൂടുവെള്ളമാണ്, ഗ്ലാസ് പിടിക്കാൻ പറ്റുന്നില്ല. ഇത് നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ട് ആ വെള്ളം എല്ലാ ഇതിലേക്കും മിക്സ് ആകുന്ന പോലെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് റവ തൊട്ട് നോക്കുമ്പോൾ അറിയാം, ഭയങ്കര സോഫ്റ്റായിരിക്കും റവ. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള, മല്ലിയില, കറിവേപ്പില, ഒരു 1.5 ഇഞ്ച് ഇഞ്ചി, ഇതെല്ലാം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഞാൻ കറിവേപ്പിലയും മല്ലിയിലയും ഉള്ളിയെല്ലാം ഇഞ്ചിയെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മളിതിലെല്ലാം ഒന്നൊന്നായിട്ട് ഈ റവയിലേക്ക് ആഡ് ചെയ്യാം. സോ ഞാനിപ്പോൾ ഒനിയൻ ആഡ് ചെയ്തു. ഇതിനുള്ളിൽ നമ്മൾ ആവശ്യമാണെങ്കിൽ നമുക്ക് പച്ചമുളകാണ് ഇഷ്ടമെങ്കിൽ പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ വന്നിട്ട് എരിവിന് വേണ്ടിയിട്ട് ചില്ലി ഫ്ലേക്സ്, ചതച്ച മുളകാണ് ചേർക്കുന്നത്. എൻ്റെ മോൻ മുളക് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കില്ല. അപ്പോൾ അത് കാരണം ഇതാകുമ്പോൾ ചില്ലി ഫ്ലേക്സ് ആകുമ്പോൾ നമുക്ക് കടിക്കാൻ കിട്ടില്ല, പക്ഷേ നമുക്ക് എരിവും ഉണ്ടാകും. അതുകൊണ്ട് ഞാനിവിടെ വന്നിട്ട് ഒരു 3/4 ടീസ്പൂണോളം ചതച്ച മുളകാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാവരും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഞാനത് മിക്സ് ചെയ്ത് ഒരു ബോൾ രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മളൊരു ചട്ടി അടപ്പത്ത് വെച്ച് അതിലേക്ക് ഞാനിത് വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഫ്രൈ ചെയ്ത് വെക്കാനുള്ള ടിഷ്യൂ പേപ്പറും പ്ലേറ്റും ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓയിൽ വേണമെന്നുള്ളവർക്ക് ഓയിൽ ഉപയോഗിക്കാം, പക്ഷേ വെളിച്ചെണ്ണയിലായിരിക്കും കൂടുതൽ ടേസ്റ്റ്. എണ്ണ ചൂടാവുന്ന നേരം കൊണ്ട് നമുക്ക് ഈ റവനൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വട പോലെ പിടിച്ചെടുക്കാം. ഞാൻ ഇവിടെ വന്നിട്ട് റൗണ്ട് ഷേപ്പാണ് ഉപയോഗിക്കുന്നത്. മാക്സിമം കട്ടി കുറച്ച് നമ്മൾ ഉണ്ടാക്കാം, അപ്പം നന്നായി നല്ല മൊരിഞ്ഞ് കിട്ടും നമുക്ക്. ആദ്യം നന്നായി ഉണ്ട പിടിച്ചിട്ട് കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വടയുടെ ഷേപ്പിൽ കിട്ടും. ഇനി നമുക്ക് വേണമെങ്കിൽ ഹാർട്ട് ഷേപ്പിൽ, സ്ക്വയറിൽ, കുട്ടികൾക്ക് എന്ത് ഇതെല്ലാം ഇഷ്ടപ്പെടുന്നോ അതേപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ ബാക്കിയുള്ള റവയൊക്കെ വടയുടെ ഷേപ്പ് ഉണ്ടാക്കി വയ്ക്കാം. ഇപ്പോൾ എൻ്റെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒന്നൊന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. തീ കുറച്ചതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. ഞാനിപ്പോൾ ഒരു ടൈം വന്നിട്ട് ഒരു 3 വട ഇടുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി ബ്രൗൺ കളർ ആകണ്ട,
മേലെ ഒരു ലൈറ്റ് ബ്രൗൺ ആകും. ആ മേലത്തെ കോട്ടിങ് മൊരിഞ്ഞിട്ടുണ്ടാകും, ഉള്ളിലത്തെ ഭാഗം സോഫ്റ്റും ആയിരിക്കും. അതാണ് ഇതിൻ്റെ പാകം. ഇതേപോലെ ഈ ഇരിക്കുന്ന ബാക്കി റവയൊക്കെ വടയൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം എനിക്ക് ഏകദേശം 15 വട ഈ 1.5 ഗ്ലാസ് റവയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമുക്കിത് എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതിൻ്റെ പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. ഈവനിങ് ചായയുടെ കൂടെ കഴിക്കാൻ നല്ലൊരിതാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. സോ താങ്ക് യു.